പറയണ്ടായി നന്നായിട്ട് സംവിധാനം ചെയ്യുന്നവരൊക്കെ അഭിനയത്തിലേക്ക് ഇറങ്ങി എന്നാ ചെയ്യാനെന്ന് പറഞ്ഞു. അത് ജോണിച്ചേട്ടനെ കൂടെ ഉദ്ദേശിച്ചല്ലേ? ജോണിച്ചേട്ടൻ മുഴുവൻ സമയം നടനായപ്പോ നമുക്ക് നഷ്ടപ്പെട്ട നന്നായിട്ട് കോമഡി എക്സിക്യൂട്ട് ചെയ്യുന്ന സംവിധാനം കൂടിയാണ്. ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഇപ്പം ചിലപ്പോൾ ഞാൻ സിനിമ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നാൽ പറയും ഈ പറഞ്ഞ പോലെ പഴഞ്ചനാണെന്നൊക്കെ പറഞ്ഞേക്കാം. ഇതെല്ലാം അറിയാം എന്തിനാ പറയുന്നത്. നമ്മളിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ സംഭവം അതാണ്. കാരണം ഡയറക്റ്റ് ചെയ്ത സമയത്ത് ഒരു കഥയും കൊണ്ട് ഹീറോയുടെ പുറകിൽ നടക്കുക, അതിനുവേണ്ടി അല്ലേ. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ കംപ്ലീറ്റ് ആൾക്കാർ നടക്കും. നമ്മള് പിന്നെ അതല്ലേ പറഞ്ഞ ചെറിയ ആഗ്രഹമുണ്ട് അതിനുള്ളൊരു സാഹചര്യം. ഇപ്പം മൂസ 2 നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ കോമ്പോ ഒന്നിച്ച് അന്ന് ഇങ്ങനെ ഏത് ഊർജ്ജത്തിൽ തുടങ്ങിയോ ആ ഊർജ്ജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും മൂസ 2 ഉണ്ടാവും. അതുണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത് കണ്ടിട്ട് നിങ്ങളെയൊക്കെ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആൾ ചെയ്തിരുന്നത് ചിലപ്പോൾ ബെറ്റർ ആയെന്ന് പറയും. അതിന് ഞാൻ വഴിവെക്കുകയല്ല. ഒന്നെങ്കിൽ കട്ടക്ക് പിടിച്ച് ഞാൻ അന്നുണ്ടാക്കിയതാണെന്നല്ല എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും. അത് ഞാൻ തീർച്ചപ്പെടുത്തി. കാരണം വിട്ടുകൊടുക്കുകയില്ല, കൊടുക്കില്ല. സ്കോട്ട്ലൻഡിൽ തുടങ്ങും. സ്കോട്ട്ലൻഡിലായിരിക്കും ഇൻട്രൊഡക്ഷൻ സോങ്. ജോണിച്ചേട്ടാ, അന്നത്തെ CID മ്യൂസിയത്തിലുള്ള പല കലാകാരന്മാരും ഇപ്പോൾ ഇല്ല. അപ്പോൾ CID മ്യൂസിയം 2 എങ്ങനെയായിരിക്കും? അതായത് അത്ര ലെജൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്ന പല കഥാപാത്രങ്ങളും ഇന്ന് മലയാള ഒരു കാര്യം ഞാൻ പറയും. പല ഇന്റർവ്യൂവിൽ ഞാൻ പത്രസമ്മേളനത്തിൽ പോയിട്ട് പല പടങ്ങളും മൂസയുടെ പത്രസമ്മേളനം പോലെ മാറാറുണ്ട്. ഇത് പവി കേട്ടേക്കുന്ന സിനിമയുടെ പത്രസമ്മേളനം. നമുക്കൊരു മൂസയുടെ പത്രസമ്മേളനം ഒന്ന് കാര്യമായിട്ട് നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിന് നമുക്ക് വിജയാഘോഷ സമയത്ത് നടത്താം. പിന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം. ഒരിക്കലും ഇങ്ങനെ ഈ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നമുക്കറിയാം ജെയിംസ് ബോണ്ട് സീരീസ് ആയാലും മറ്റേ ടെർമിനേറ്റർ ആയാലും കഥാപാത്രങ്ങൾ കൂടെ മാറി വരും. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൂസയും അർജുനും ഉണ്ടായാലും മതി. ബാക്കി കേൾക്കാൻ നമുക്ക് കാരണം അങ്ങനെ ചിന്തിച്ചാലേ പറ്റുള്ളൂ. മൂന്നല്ല ഇപ്പം വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് അത് നികത്താൻ ശ്രമിക്കും. പിന്നെ കഴിവിന് അതാ പറ്റില്ല, ഒരുപാട് കടമ്പകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും, ഇതാണോ അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം. എന്തായാലും ഉറക്കം കെടുത്തുന്ന ദിവസങ്ങളായിരിക്കും അത്. അപ്പം എന്തായാലും നമ്മൾ ഭവിയിലേക്ക് വരാം. ഭാരമായിട്ട് തോന്നുന്നു. കാരണം ഒരു ആക്ടറിനെ സംബന്ധിച്ച് എല്ലാ കഥാപാത്രങ്ങളും എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ ദിലീപേട്ടൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കഥാപാത്രങ്ങൾ നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഇത് നമ്മൾ ഏത് തരത്തിലെ കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല, അതിനകത്ത് സരസ്വതി ഉണ്ടാവണം. അതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പേടിച്ച് ചെയ്തൊരു വേഷമാണ് വാളയാർ പരമശിവം. കാരണം സ്പിരിറ്റ് മാഫിയയിലാണ് ഞാനത് 2006 സിനിമ ആണോ 2006 തോന്നുന്നു അല്ലേ? റൺവേ 4 or 6 എന്തോ ആണ്. അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫിയ ലീഡറാണ്. പക്ഷെ അയാളുടെ സരസ്വതിയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമയെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തത്. അതിൻ്റെ അടുത്ത വർഷം എന്താണ് ഞാൻ ഹോം മിനിസ്റ്ററായിട്ട് അഭിനയിച്ചത്. പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസ്വതയെ കൂടി പറയാം. പിന്നെ ആസ് എൻ ആക്ടർ നമ്മൾ പല വഴിക്കുമൊക്കെ പോയി നോക്കും. കാരണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ബോറടിക്കുമല്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ. അതിൽ ചിലത് ആൾക്കാർക്ക് ഇഷ്ടമാവും, ചിലത് ഇഷ്ടാവില്ല. ആക്ടറാണ്, നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ.